മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുറെ ശിങ്കടികളും ചേർത്ത് കാട്ടിക്കൂട്ടുന്ന എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞു, ശബരിമല മുതൽ ഇങ്ങോട്ട്. മുഖ്യമന്ത്രി ഇറങ്ങി പോകാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇയാളെ പോലെ ഒരു വൃത്തികെട്ട മുഖ്യമന്ത്രി, ഇത്ര കുട്ടികളുടെ വരെ തെറിയേക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഈ KSRTC ജീവനക്കാരുടെ ജീവിതം വളരെ ദുഷ്കരമായിട്ടാണ് പോണേ. എന്തോരം പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ അരി വഹിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് മോനെ. ഒരാൾക്ക് പോലും ഒരു പെൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല. എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. എന്തായാലും ലെജിസ്ലേച്ചറിൽ നമുക്കത് മാറ്റാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇനിയിപ്പോൾ ജുഡീഷ്യറി മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളു. ലൈക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്ത് അതിനൊരു മാറ്റം വന്നാലേ ഈ നാട് നന്നാവത്തുള്ളൂ. ആക്ച്വലി ഇവർ ഈ മന്ത്രിമാർ ചെയ്യണിടത്തോളം കാലം ഒന്നും മാറാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. പുള്ളി ആണ് കേരളം ഇക്കണ്ട രീതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഒന്ന് മാറി തന്നാണെങ്കിൽ സാധാരണക്കാർ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിച്ചോളും. ഇപ്പൊ തൃപ്പൂണിത്തറ തന്നെ അത്തം ഘോഷയാത്രയ്ക്ക് മുഖ്യമന്ത്രി വന്ന്, തൃപ്പൂണിത്തറ ഏറ്റവും വലിയ ഉത്സവം അത്തം ഘോഷയാത്ര. അന്ന് ഞങ്ങൾക്കൊക്കെ തൃപ്പൂണിത്തറ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. തൃപ്പൂണിത്തറ മൊത്തം ബ്ലോക്ക് ചെയ്ത്. ഈ കേരളത്തിന് ഇനി അടുത്തൊരു 10 കൊല്ലത്തിനുള്ളിൽ ഒറ്റ മനുഷ്യരുണ്ടാവില്ല കേട്ടോ. എല്ലാവരും അവനവരെ പണി വെക്കിട്ട് വല്ല യൂറോപ്പിലോ അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റിലേക്ക് പോയിട്ട് രക്ഷപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ എണ്ണങ്ങളും ഈ നാട്ടിലുണ്ടാവില്ല. തന്നെ വന്നത് നെഞ്ചുപൊട്ടി നടക്കുക. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുറെ ശിങ്കടികളും ചേർത്ത് കാട്ടിക്കൂട്ടുന്ന എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞു, ശബരിമല മുതൽ ഇങ്ങോട്ട്. ശബരിമല കാട്ടിയതറിയാമല്ലോ, അവിടെ മുതൽ ഇങ്ങോട്ട്. മുഖ്യമന്ത്രിയുടെ ഒരേ ഒരു ഉദ്ദേശമുള്ള കേരളത്തെ നശിപ്പിക്കുക. അത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ലക്ഷ്യം. പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അതൊരിക്കലും സാധ്യമാകില്ല. കാരണം കേരളം ഈശ്വര ശക്തിയുള്ള ഒരു മണ്ണാണ്. അത് ഇപ്പൊ വിട്ടേക്കുന്ന അദ്ദേഹത്തിന് ഒരു നല്ല സമയമുണ്ട്. പണ്ട് കംസനും രാവണനും എല്ലാം ഭരിച്ച് അവരെ വധിക്കാനായിട്ട് ഒരാൾ വന്നിരുന്നു, ഒരു അവതാരം എടുത്ത് ഒരു അവതാര പുരുഷൻ വന്ന്. ഇനിയും താമസിയാതെ ഒരു അവതാര പുരുഷൻ വരും കേരളത്തിൽ. ഉടനെ എത്തുന്നുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടെ മുഖ്യമന്ത്രിയുടെ നാശം തുടങ്ങും. ഇനി അധികം നാൾ ഈ മുഖ്യമന്ത്രി മുന്നോട്ട് പോകില്ല. അദ്ദേഹം പറയുന്നത് എല്ലാം ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് പറയുന്നത്. എന്ത് ജനകീയം? അദ്ദേഹത്തിന് അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. കാര്യം എന്തു പറഞ്ഞാലും ഉമ്മൻചാണ്ടി മന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നോ? നടന്നിറങ്ങി ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ പിണറായി നടന്നിറങ്ങി നമ്മളുടെ മുന്നിലേക്ക് വരാമെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഇത് ഏറ്റവും കൂടി 1.5 കോടിയുടെ ബസ്സും എടുത്ത് ലോകം മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങളെയും കയറ്റി. അതിനകത്ത് ഇരിക്കുന്ന എല്ലാം വിഡ്ഢി കുശ്മാണ്ഡങ്ങളാ. കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങളെയും കയറ്റി വിഡ്ഢി നാടകമാണ് ഇന്ന് ആ ബസ്സിൽ കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ലാഭമാണ് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഈ നവകേരള സദസ് കൊണ്ട് ഉണ്ടാവുന്നത്. നവകേരള സദസ് കൊണ്ട് സാധാരണക്കാർക്ക് ഒന്നും നേട്ടമില്ല, ഒരു നേട്ടമില്ല. അവരെ വിഷമിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഈ വണ്ടി പോകുന്ന പാതയിൽ അത്രയും ട്രാഫിക് ബ്ലോക്കുകൾ, മനസ്സിലായേ? ബാക്കിയുള്ള പല കാര്യത്തിന് പോകുന്ന അമ്മമാർക്ക് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇപ്പൊ തൃപ്പൂണിത്തറ തന്നെ അത്തം ഘോഷയാത്രയ്ക്ക് മുഖ്യമന്ത്രി വന്ന്, തൃപ്പൂണിത്തറ ഏറ്റവും വലിയ ഉത്സവം അത്തം ഘോഷയാത്ര. അന്ന് ഞങ്ങൾക്കൊക്കെ തൃപ്പൂണിത്തറ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. തൃപ്പൂണിത്തറ മൊത്തം ബ്ലോക്ക് ചെയ്ത് ഒരു മനുഷ്യന് പുറത്തിറങ്ങാതെ അദ്ദേഹം വന്ന് ഇവിടെ ഉള്ളു. എന്തിനു ഉദ്ഘാടനം ചെയ്യുന്നു? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു നാടിന്റെ നായകനാണ് മുഖ്യമന്ത്രി. രാമനായിരുന്നു രാജാവ്. രാമനെ പോലെ ഭരിക്കണം. രാമൻ സ്വന്തം ഭാര്യയെ പോലെ ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി, മനസ്സിലായി, ധർമ്മമാണ് അവിടെ കാട്ടി തന്നത്. പലതായിട്ട് പുള്ളി നടക്കുക. ഒരാൾക്ക് പോലും ഒരു പെൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല. എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. അല്ലാതെ ഇതിനെ കൂടി ഒന്നും പറയാനെന്ന് വെച്ചാൽ അടുത്ത തവണയും ഇതേ സർക്കാരിന് അധികാരത്തിൽ പിന്നെ തീർച്ചയായിട്ടും വരുന്നത് കയറാനേ. അപ്പൊ തനിക്ക് തന്നെ അറിയാല, വരും തോന്നണ്ട. മുഖ്യമന്ത്രി ഇറങ്ങി പോകാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇയാളെ പോലെ ഒരു വൃത്തികെട്ട മുഖ്യമന്ത്രി, ഇത്ര കുട്ടികളുടെ വരെ തെറിയേക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ഇത്ര വൃത്തികെട്ട മനുഷ്യൻ, ഇയാളുടെ മുഖം കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്പലമായാലും പള്ളിയായാലും ഒരുപോലെ ആ ഹിന്ദുക്കളെ ഒരു തരത്തിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്കുടെ ഒരു വിശ്വാസങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ശബരിമല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ജനങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പൊ അല്ലാതെ ആണെങ്കിലും കൈ കാശുള്ളവന് എന്നാൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാം. ഇത്രയും രൂപ മുടക്കി ഇപ്പൊ ഇത് നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഈ KSRTC ജീവനക്കാരുടെ ജീവിതം വളരെ ദുഷ്കരമായിട്ടാണ് പോണേ. എന്തോരം പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ അരി വഹിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് മോനെ. അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് ഉള്ളൊരു വഴി ഈ ഗവൺമെന്റ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്.
ഇവർ കയറുമ്പോൾ ഓരോരോ വാഗ്ദാനങ്ങൾ പറയും, അത് കഴിയുമ്പോൾ അതെല്ലാം മാറും. ഇവര് ഡർബാർ അടിച്ചിട്ട് ഈ അവിടെ പോയി അമേരിക്കയിലും ഇവിടെ പറയും ഇവിടെ എല്ലാം വികസിച്ചു, ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ എല്ലാം ഹൈഫൈ ആണെന്ന് പറയണേ. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഇവർ നടത്താതെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ തെരുവിൽ പുറത്തേക്ക് പോകണേ എന്തിനാ? മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം? എന്ത് പറയാനാ പുള്ളിനെ കുറിച്ച്? പുള്ളി ആണ് കേരളം ഈ കണ്ട രീതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഒന്ന് മാറി തന്നാണെങ്കിൽ സാധാരണക്കാളെ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിച്ചോളും. പുള്ളിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക മനുഷ്യൻ. കാരണം മനുഷ്യനിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആക്കിയേക്കാണ്. ഒരു കൈയും കാലും വ്യവസ്ഥയില്ലാത്ത ഒരു പുള്ളി റോബിൻ എന്ന് പറഞ്ഞാൽ റോബിൻ ബസ് വരെ പുള്ളി തകർത്തെടുക്കുകയാണ് നമ്മുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കാരണം. നമ്മുടെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മേലധികാരികളെ ആദ്യം എടുത്ത് മാറ്റുക. ഇവരെന്താ നമുക്ക് നാട്ടിന് വേണ്ടി ചെയ്യണത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പക്ക കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ ഇല്ലേ, മടുത്ത് പുള്ളിയുടെ ഭരണം കൊണ്ട് ജീവിതം അടുത്ത അവസ്ഥയാണ്. കാരണം ഒരു ഉപകാരവും നമുക്കില്ല. വെറുതെ ടാക്സ് വെട്ടിക്കുക, പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള പുള്ളിയുടെ എന്തെന്നാണ് ബസ് മേടിക്കുക, 1.5 കോടി 2 കോടി ടാക്സ്. നമ്മുടെ ടാക്സ് കൊണ്ട് പുള്ളി ആഡംബരം കാണിക്കാണ്. ഒരു 10 പൈസക്ക് ഗതിയില്ലാത്ത പുള്ളിയാണ് നമ്മുടെ ടാക്സ് വെട്ടിച്ചിട്ട് ആ പൈസക്ക് പുള്ളി ആഡംബരം കാണിക്കുന്നത്. എന്നിട്ട് പറയും സെക്യൂരിറ്റി വേണ്ട, അല്ലെങ്കിൽ വേറെ ഫോഴ്സ് വേണ്ട, വേറെ ബാക്കപ്പ് ആയിട്ടുള്ള വണ്ടികളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അകമ്പടിയോടെ 10-20 വണ്ടികൾ പിന്നെയും പോകുന്നുണ്ട് എസ്കോട്ടായിട്ട്. എന്ത് കാര്യമാണ്? എന്ത് പ്രയോജനം? അപ്പോഴും ഈ ഡീസലും ഈ പെട്രോളും അത്തരം ആൾക്കാരുടെ സമയവും നഷ്ടമില്ലേ? എന്തുണ്ട് ഉപകാരം? അവർ പറയണത് എന്തെന്നാ, ഈ ഇങ്ങനത്തെ ഒരു ബസ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഡീസല് പെട്രോള് കാര്യങ്ങളൊന്നും ചിലവാകില്ലെന്ന് പറഞ്ഞു. എവിടെ? എപ്പോഴും പോകുന്നുണ്ട് അതിന്റെ പുറകെ. ഇതൊക്കെ ആഡംബരമില്ല. ആ ബസ്സിനകത്ത് ഇരിക്കണന്മാരൊക്കെ കള്ളന്മാരാണ്. ഒറ്റ ഉള്ളത്തിനെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അല്ലാതെ ഉമ്മാരെ കൊണ്ട് ഒരു ക്വാളിറ്റിയിലൊന്നും മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ ഏത് MVD അത് ഇത് തേങ്ങ മറ്റെന്താണ് ക്യാമറ അത് ഇതൊക്കെ ഇട്ട് എന്ത് കാര്യം? നമ്മൾ ഈ ടാക്സ് അടയ്ക്കും, ഇവന്മാര് പറഞ്ഞ കണ്ടിട്ട് തുള്ളും. നമ്മുടെ അവസ്ഥ അതാണതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഇപ്പൊ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വെറുത്ത് അതായിരിക്കും കാരണം ഈ കേരളത്തിൽ ഇപ്പൊ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? ഇപ്പൊ എന്നെ പോലുള്ള ഒരു പൗരൻ ഈ നാട്ടില് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? ഇമ്മാര് തെണ്ടിത്തരല്ല കാണിക്കണത്. ഒരു മനസ്സറിഞ്ഞൊന്നും ജീവിക്കാന്ന് വിചാരിച്ചാൽ കൂടി ഇമ്മാരുടെ CCTV അല്ലെങ്കിൽ അത് ക്യാമറ മറ്റേ എന്തെന്നാ പറയണത് ക്യാമറ, ആ ക്യാമറ ഈ ക്യാമറ എന്ന് വെച്ചാൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കില്ലേ? ഇവന്മാര് കാണിക്കണ തോന്നിയാസത്തിനൊന്നും ആരുമില്ലല്ലോ പറയാൻ. അവന്മാര് സീറ്റ് ബെൽറ്റ്, മന്ത്രിമാര് പോണ വണ്ടി അല്ലെങ്കിൽ SIമാര് പോണ വണ്ടിക്കൊക്കെ ആരാ സീറ്റ് ബെൽറ്റ് ഇടുന്നു? ഒറ്റ ഇതാണ് അവസ്ഥ നമ്മുടെ ഈ രാഷ്ട്രീയത്തിന് പിന്നിൽ. പിന്നെ നമ്മളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അവസ്ഥ ഇതായി പോയി. നാട് വിട്ട് പോയാലാന്നൊരു ആലോചിച്ചിട്ടുണ്ട്. ഇമാര് വൃത്തികെട്ട നാട്ടിൽ ജീവിക്കേണ്ട അവസ്ഥ. വെറുതെ അല്ല ഈ നാട്ടിൽ ഈ കേരളത്തിന് അടുത്തൊരു 10 കൊല്ലത്തിനുള്ളിൽ ഒറ്റ മനുഷ്യരുണ്ടാവില്ല കേട്ടോ. എല്ലാവരും അവനവരെ പണി വെക്കിട്ട് വല്ല യൂറോപ്പിലോ അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റിലേക്ക് പോയിട്ട് രക്ഷപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ എണ്ണങ്ങളും ഈ നാട്ടിലുണ്ടാവില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ലെജിസ്ലേച്ചറിൽ നമുക്കത് മാറ്റാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇനിയിപ്പോൾ ജുഡീഷ്യറി മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളു. ലൈക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്ത് അതിനൊരു മാറ്റം വന്നാലേ ഈ നാട് നന്നാവത്തുള്ളൂ. ആക്ച്വലി ഇവർ ഈ മന്ത്രിമാർ ചെയ്യണിടത്തോളം കാലം ഒന്നും മാറാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കും.